ശ്രീ ഒ അബ്ദുള്ള, ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാലക്കാട്ട് ഒരു ഗ്രീൻ ആർമി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ ആവേശത്തോട് അങ്ങ് അടുക്കുകയാണത്, അതിൻ്റെ അവസാനത്തോട് അടുക്കുന്നു. അവിടെ ഇപ്പോൾ വർഗീയതയാണ് ചർച്ചാ വിഷയം. UDFും LDFും ഈ വിഷയത്തിൽ മത്സരിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് അവിടുത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചതിൽ നിന്ന്? അതായത് കേരളത്തിലെ, ഇന്ത്യയിലെയും എന്ന് പറയാം, മനുഷ്യരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ, പിന്തള്ളപ്പെട്ടവരുടെ, വഴിയാധാരമാക്കപ്പെട്ടവരുടെ പ്രശ്നം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും സാധാരണ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയോ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയോ ചെയ്യുകയില്ല. കാരണം കത്തിപ്പടരൂല. കത്തിപ്പടരാൻ എളുപ്പമുള്ളത് വർഗീയതയാണ്. അത് ഈ കേരളത്തിലെന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പേരിന് വേണ്ടി ഒന്നങ്ങ് പരാമർശിച്ചു പോകുമെന്നല്ലാതെ കൂട്ടം കൂട്ടമായി ഇന്ത്യയിലെ യുവാക്കൾ, അതും വെൽ എഡ്യൂക്കേറ്റഡ് ആയ, നമ്മൾ ഒരുപാട് പണം ചെലവഴിച്ച് പഠിപ്പിച്ച കുട്ടികൾ കൂട്ടം കൂട്ടമായി കാനഡയിലേക്ക് ഒഴുകുക, ഒറ്റക്കൊറ്റക്ക് പോലെ ഒഴുകിപ്പോവുക. ഇന്ത്യയുടെ ഈ മനുഷ്യശേഷി എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വലിയ സമ്പത്തായി മാറും എന്നൊക്കെ പ്രവചിക്കപ്പെട്ടിരുന്നു. അതെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ പോയി. ഇതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വിഷയമല്ല. എങ്ങനെ ഒരു തൊഴിൽ മേഖല കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവസരം സൃഷ്ടിക്കാം, ഇതൊന്നും ചർച്ച വിഷയമല്ല. ഉടനെ വരും ഏതെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂ, ഒരു തരക്കൽ മുസ്ലിമായ മതി. ഒന്നുകിൽ മുത്തലാഖ് എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പോലും അറിയില്ല. ഞാൻ ആ ചർച്ചയിൽ പലപ്പോഴും പങ്കെടുത്തതാ. 3 കെട്ടാണ് മനസ്സിലാക്കി വെച്ച്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ സ്ത്രീ ഒരു കാലത്തും തലാഖ് ചെല്ലരുത്, ഒഴിവാക്കരുത്. അഥവാ ഒഴിവാക്കുകയാണെങ്കിൽ 3 ചാൻസ് തിരിച്ചെടുക്കാൻ. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുത്തു. ഇതാണ് മുത്തലാഖ്. അതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഇപ്പോഴും ഈ വഖഫ് എന്നൊരു വാക്ക് ഇങ്ങോട്ട് കേട്ടതോടുകൂടി, അതൊരു അറബി പദം, തെറ്റായിട്ട് ഉച്ചരിക്കുന്ന വഖഫ് എന്ന് പറയും. വഖഫ് എന്ന ശരിയായ ഉച്ചാരണം. അത് ആ ഒരു നിലക്കും ഒരാള് ഈ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, അത് ജാതി മത വ്യത്യാസമില്ലാതെ പക്ഷികൾക്ക് അത് അവിടെ കായ്ക്കനികൾ ഉണ്ടെങ്കിൽ അത് തിന്നു പോകാനുള്ള സ്വാതന്ത്ര്യം, പൊതുജനങ്ങൾക്ക് അതിനുള്ളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് അറബ് രാജ്യത്തൊക്കെ അത് അധികം ഉള്ളത്, അവിടെ കടന്ന് കാരക്ക വയറ് നിറയെ തിന്നാമെന്ന് പ്രവാചകന്റെ വചനത്തിലുണ്ട്. മടക്കിക്കുത്തിൽ കൊണ്ടുവരരുത്, അവിടെ ഇരുന്ന് വയറ് നിറയെ തിന്നാം. അതുപോലെ വഖഫ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒന്നാണ്. ഇതുമേൽ പിടിച്ച് കയറിയിട്ട് ഇനി അടുത്തൊരു ഇഷ്യൂ വരുന്നവരെ കൊണ്ടുപോകുക എന്നതാണ് ഇതിലുള്ളത്. യഥാർത്ഥത്തിൽ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. അതോടൊപ്പം അവിടെ അധിവസിക്കുന്ന ആളുകളെ അവർ മനുഷ്യരാണ്. അപ്പൊ ഇതിലൊക്കെ അടിസ്ഥാനപരമായുള്ളത് മനുഷ്യത്വം. അവരെ പീഡിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ യഥാർത്ഥത്തിലുള്ള എന്ത് പരിഹാരം, അത് മുസ്ലിങ്ങൾ എന്ന് വിചാരിച്ചാലും കഴിയും. മുസ്ലിങ്ങൾ മറ്റുള്ളവരും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് അവിടെയുള്ള ആ കുടുംബങ്ങളെ പുനരധിവസിച്ചുകൊണ്ട് ആ സ്വത്തിന്റെ യഥാർത്ഥ അവകാശം ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കൽ മാത്രം, അതായത് വഖഫാക്കി നിലനിർത്തലാണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു ഗ്രീൻ ആർമി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്ര കണ്ട് ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയാൽ അതെങ്ങനെ പരിഗണിക്കപ്പെടും, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതോ, അല്ലെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരീക്ഷകരോ ഒക്കെ എന്താണ് നോക്കുന്നത് എന്നുകൂടി സംശയം ഉയരുകയാണ്. അല്ല, ഗ്രീൻ ആർമി ഇതെല്ലാം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തിലും ഒരു സ്ലീപ്പിംഗ്, വളരെ നിശബ്ദമായ ഒരു വിഭാഗം ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറേയും കൂടി വ്യവസ്ഥാപിതമായിട്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതും വേണ്ട സമയത്ത് നമ്മൾ പറയണ്ടല്ലോ, ആളെ എന്ന് പിന്നിൽ പാട്ടുപാടി കൊടുക്കുന്ന ഒരവസ്ഥ. ആ രീതിയിലുള്ളതായ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു തുറന്ന ചർച്ചയിൽ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ എല്ലാ വിഭാഗത്തിലുണ്ട് എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാനേ പറ്റുള്ളൂ, അല്ലാതെ തെളിവില്ല.